ലേൺ കൊമേഴ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിലെ റേഷ്യോ അനാലിസിസ് എന്ന ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. നമ്മുടെ ചാനലിൽ ഓൾറെഡി നമ്മൾ റേഷ്യോ അനാലിസിസ് എന്ന ടോപ്പിക്കുമായി റിലേറ്റ് ചെയ്ത് 4 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കണ്ടിന്യൂഷൻ ആണ് ഇന്നത്തെ വീഡിയോ. റേഷ്യോ അനാലിസിസുമായി റിലേറ്റ് ചെയ്തിരുന്ന ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ സോൾവൻസി റേഷ്യോസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സോൾവൻസി റേഷ്യോ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിക്ക് അവരുടെ ഔട്ട്സൈഡ് ലയബിലിറ്റീസ് കറക്റ്റ് സമയത്ത് റീപേ ചെയ്യാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ പേ ഓഫ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് മെഷർ ചെയ്യുന്ന റേഷ്യോ ആണ് സോൾവൻസി റേഷ്യോ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതിൽ തന്നെ പ്രൊപ്രൈറ്ററി റേഷ്യോ ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്നുള്ളതാണ്. എന്താണ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് നോക്കാം. Debt equity ratio indicates the proportion of debt fund in relation to owners fund or equity. ഒരു കമ്പനിയിൽ ഡെപ്റ്റ് ഫണ്ടും ഓണേഴ്സ് ഫണ്ടും തമ്മിലുള്ള റിലേഷനെയാണ് എന്ത് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ മെഷർ ചെയ്യുന്നത്. അതായത് ഓണേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഒരു കമ്പനിയുടെ ഓണേഴ്സ് ആണ് ആര്? ഷെയർ ഹോൾഡേഴ്സ്. സോ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടും ഡെപ്റ്റ് ഫണ്ടും തമ്മിൽ എന്താണ് റിലേഷൻ? ഇവിടെ ഡെപ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം ഇവിടെ ലോങ് ടേം ഡെപ്റ്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ലോങ് ടേം ഡെപ്റ്റ് നമുക്കറിയാം ഒരു കമ്പനിയിലെ ലോങ് ടേം ഡെപ്റ്റും ഉണ്ട്, അതുപോലെ തന്നെ ഷോർട്ട് ടേം ഡെപ്റ്റും ഉണ്ട്. ഷോർട്ട് ടേം ഡെപ്റ്റിനെയാണ് നമ്മൾ ഏറ്റവും പോപ്പുലർ ആയിട്ട് വിളിക്കുന്ന കറന്റ് ലയബിലിറ്റി. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരു കമ്പനിയുടെ ലോങ് ടേം ഡെപ്റ്റും ഷെയർ ഹോൾഡർ ഫണ്ടുമായിട്ട് എന്താണ് റിലേഷൻ? ഷെയർ ഹോൾഡർ ഫണ്ടിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് ആകുന്നത് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്? റിസർവ് ആൻഡ് സർപ്ലസ് ഉണ്ട്. ഈ രണ്ട് കാര്യങ്ങളാണ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. സോ ഒരു കമ്പനിയുടെ ലോങ് ടേം ഡെപ്റ്റും ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടും തമ്മിലുള്ള റിലേഷനാണ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോയിൽ നമ്മൾ മെഷർ ചെയ്യുന്നത്. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഈസ് ഓൾസോ നോൺ ആസ് ഡെപ്റ്റ് നെറ്റ്വർത്ത് റേഷ്യോ ഓർ എക്സ്റ്റേണൽ ഓർ ഇന്റേണൽ ഇക്വിറ്റി റേഷ്യോ. ഇതാണ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. അതായത് ഒരു കമ്പനിയുടെ ലോങ് ടേം ഡെപ്റ്റും ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടുമായിട്ട് എന്താണ് പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ എന്താണ് റിലേഷൻ എന്ന് മെഷർ ചെയ്യുന്ന റേഷ്യോ ആണ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. ഫോർമുല നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി. ഇവിടെ ഓർക്കേണ്ട കാര്യം ഡെപ്റ്റ് എന്ന് പറയുന്നത് ലോങ് ടേം ഡെപ്റ്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്, ഷോർട്ട് ടേം അല്ല. അതായത് കറന്റ് ലയബിലിറ്റീസ് അല്ല നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്, ലോങ് ടേം ഡെപ്റ്റ് ആണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യേണ്ടത്. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോയുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. Calculate debt equity ratio from the following details. Total assets 8,10,000, total debt 2,60,000 and current liability 40,000. നമുക്ക് ആകെ ഈ 3 ഇൻഫോർമേഷൻ മാത്രമേ തന്നിട്ടുള്ളൂ. നമ്മൾ ഇതിൽ നിന്നാണ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോയുടെ ഫോർമുല നമുക്ക് ആദ്യം എഴുതാം. ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി. ഇതാണ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോയുടെ ഫോർമുല. അതിൽ നമ്മൾ പറഞ്ഞു ഡെപ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് മാത്രമേ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ? ലോങ് ടേം ഡെപ്റ്റ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഷോർട്ട് ടേം ഡെപ്റ്റ് അല്ലെങ്കിൽ കറന്റ് ലയബിലിറ്റീസ് കൺസിഡർ ചെയ്യേണ്ട കാര്യം ഇല്ല. അപ്പൊ ആദ്യം നമുക്ക് ലോങ് ടേം ഡെപ്റ്റിന്റെ വാല്യൂ എത്രയാണെന്ന് നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് ടോട്ടൽ ഡെപ്റ്റ് എത്രയാണ് എന്നുള്ളത് തന്നിട്ടുണ്ട്, 2,60,000. അതായത് ടോട്ടൽ ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ലോങ് ടേം ഡെപ്റ്റും ഷോർട്ട് ടേം ഡെപ്റ്റും കൂടെ ഇൻക്ലൂഡഡ് ആകുന്നതാണ് ടോട്ടൽ ഡെപ്റ്റ്. അത് എത്രയാണെന്നുള്ളത് ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ താഴെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് കറന്റ് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ 40,000 ആണ്. ഈ കറന്റ് ലയബിലിറ്റീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഷോർട്ട് ടേം ഡെപ്റ്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് ലോങ് ടേം ഡെപ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ ഡെപ്റ്റിൽ നിന്ന് ഈ കറന്റ് ലയബിലിറ്റീസ് കുറച്ചാൽ നമുക്ക് ലോങ് ടേം ഡെപ്റ്റ് കണ്ടുപിടിക്കാം. ടോട്ടൽ ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ എത്രയാ? 2,60,000. Current liabilities എത്രയാ? 40,000. So long term debt is equal to 2,20,000. ഇതാണ് ലോങ് ടേം ഡെപ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് ടോട്ടൽ ഡെപ്റ്റ് തന്നിട്ടുണ്ട്, കറന്റ് ലയബിലിറ്റീസും തന്നിട്ടുണ്ട്. ഈ ടോട്ടൽ ഡെപ്റ്റിനകത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ഡെപ്റ്റ് ഇൻക്ലൂഡഡ് ആണ്. നമുക്ക് വേണ്ടത് ലോങ് ടേം ഡെപ്റ്റ് മാത്രമേ ഉള്ളൂ. സോ ടോട്ടൽ ഡെപ്റ്റിൽ നിന്ന് ഷോർട്ട് ടേം കുറച്ചാൽ നമുക്ക് ലോങ് ടേം ഡെപ്റ്റ് കിട്ടും. ദാറ്റ് ഈസ് 2,20,000 ആണ് ലോങ് ടേം ഡെപ്റ്റ്. നമ്മുടെ ഇക്വേഷനിൽ ഡെപ്റ്റിന്റെ പോർഷൻ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 2,20,000. ഇനി നമുക്ക് വേണ്ട എന്താ?
ഇക്വിറ്റി ആണ് ഇനി നമുക്ക് വേണ്ടത്. ഇനി നമ്മുടെ കയ്യിലുള്ള ആകെയുള്ള ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞ് ടോട്ടൽ അസറ്റ്സ് എന്ന് പറഞ്ഞ് 8,10,000 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കറിയാം, നമുക്ക് ബാലൻസ് ഷീറ്റിൽ നമുക്കറിയാം, ബാലൻസ് ഷീറ്റിൽ on the left side there is liability, then asset. അതിൽ അസറ്റിന്റെ ടോട്ടൽ നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. എത്രയാ? 8,10,000. അതായത് ടോട്ടൽ അസറ്റ്സ് 8,10,000 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഫിക്സഡ് അസറ്റും കറന്റ് അസറ്റും ഇൻടാൻജിബിൾ അസറ്റും എല്ലാ അസറ്റും കൂടി ഇൻക്ലൂഡ് ചെയ്താൽ 8,10,000 ആണ് കിട്ടുന്നതെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. സോ അസറ്റ്സ് സൈഡിലെ ടോട്ടൽ നമുക്ക് മനസ്സിലായി 8,10,000. നമുക്കറിയാം ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി സൈഡ് രണ്ടിടത്തും. അപ്പൊ 8,10,000 തന്നെയാണ് വരുന്നത്. ഇനി നമ്മുടെ കയ്യിൽ എന്ത് ഇൻഫോർമേഷൻ ഉണ്ട്? നമ്മുടെ കയ്യിലുള്ള ഒരു ഇൻഫോർമേഷൻ ആണ് ടോട്ടൽ ഡെപ്റ്റ് 2,60,000 ഉണ്ടെന്ന് പറഞ്ഞു. അതായത് ലയബിലിറ്റി സൈഡിൽ എന്തൊക്കെ കാര്യങ്ങളെ വരുള്ളൂ? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, അതായത് ഷെയർ ക്യാപിറ്റലും റിസർവ് ആൻഡ് സർപ്ലസും കൂടി ഇൻക്ലൂഡഡ് ആകുന്ന ഷെയർ ഹോൾഡർ ഫണ്ട് ഉണ്ട്. പിന്നെ നോൺ കറന്റ് ലയബിലിറ്റി അല്ലെങ്കിൽ ലോങ് ടേം ലയബിലിറ്റി അല്ലെങ്കിൽ ലോങ് ടേം ഡെപ്റ്റ് കാണും. പിന്നെ കറന്റ് ലയബിലിറ്റി കാണും. നമ്മുടെ ക്വസ്റ്റ്യനിൽ പക്ഷേ ടോട്ടൽ ഡെപ്റ്റ് തന്നിട്ടുണ്ട്. അതായത് ഈ നോൺ കറന്റ് ലയബിലിറ്റിയും കറന്റ് ലയബിലിറ്റിയും കൂടെ കൂട്ടിയാൽ എത്രയാണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? 2,60,000 ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഏത് മാത്രം മതി? ഷെയർ ഹോൾഡർ ഫണ്ട് മാത്രം കണ്ടുപിടിച്ചാൽ മതി. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടലിൽ നിന്ന് ഈ 2,60,000 കുറച്ചാൽ നമുക്ക് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് കിട്ടും. അതായത് നമ്മുടെ ഇക്വിറ്റിയുടെ പോർഷൻ കിട്ടും. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ടോട്ടൽ ലയബിലിറ്റിയുടെ ടോട്ടലിൽ നിന്ന് 8,10,000 മൈനസ് ടോട്ടൽ ഡെപ്റ്റ് 2,60,000 കുറയ്ക്കുക, നമുക്ക് 5,50,000 കിട്ടും. ഇതാണ് എന്ത്? ഇക്വിറ്റി. 5,50,000. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഈസ് ഈക്വൽ ടു 2,20,000 ഡിവൈഡഡ് ബൈ 5,50,000. That is 0.4. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ നമുക്ക് കിട്ടിയത് 0.4 ആണ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്തെന്നുള്ളത്? ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോയുടെ ഫോർമുലയാണ് നമ്മളിവിടെ ഓർക്കേണ്ടത്. ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി. അതിൽ ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ ലോങ് ടേം ഡെപ്റ്റ് മാത്രമേ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ. ഇക്വിറ്റി എന്ന് പറയുന്നത് ഷെയർ ഹോൾഡർ ഫണ്ട് വിച്ച് ഇൻക്ലൂഡ്സ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് റിസർവ് ആൻഡ് സർപ്ലസ്. നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. Calculate debt equity ratio from the following details. Share capital 5 lakh, reserve and surplus 2,20,000, long term borrowing 2,40,000, current liability 1,40,000, long term provision 1 lakh, fixed asset 7,60,000, current asset 4,40,000. ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എന്താ? ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ നമുക്ക് ആദ്യം ഫോർമുല എഴുതാം. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത് ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി. ആദ്യം നമുക്ക് ഡെപ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഡെപ്റ്റിൽ നമ്മൾ ഏത് മാത്രം കൺസിഡർ ചെയ്താൽ മതി എന്നാ പറഞ്ഞത്? ലോങ് ടേം ഡെപ്റ്റ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് കറന്റ് ലയബിലിറ്റീസ് കൺസിഡർ ചെയ്യേണ്ട കാര്യം ഇല്ല. ലോങ് ടേം ഡെപ്റ്റ് ഏതൊക്കെ തന്നിട്ടുണ്ട്? ലോങ് ടേം ബോറോയിങ് തന്നിട്ടുണ്ട്, ലോങ് ടേം പ്രൊവിഷനും തന്നിട്ടുണ്ട്. രണ്ട് ഡെപ്റ്റുകളാണ് തന്നിട്ടുള്ളത്. രണ്ട് ലോങ് ടേം ഡെപ്റ്റ് ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ലോങ് ടേം ബോറോയിങ്സ് ആയ 2,40,000, ദെൻ ലോങ് ടേം പ്രൊവിഷന്റെ എമൗണ്ട് ആയ 1 lakh. ഇങ്ങനെ രണ്ട് ലോങ് ടേം ഡെപ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. സോ 3,40,000 ആണ് ഡെപ്റ്റ്. ഇനി നമുക്ക് ഇക്വിറ്റിയുടെ പോർഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇക്വിറ്റി അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, അത് രണ്ട് കാര്യങ്ങളാണ് ഇൻക്ലൂഡഡ് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഷെയർ ക്യാപിറ്റൽ ആൻഡ് റിസർവ് ആൻഡ് സർപ്ലസ്, ദാറ്റ് ഈസ് 5 lakh and 2,20,000, 7,20,000. ഡെപ്റ്റും ഇക്വിറ്റി നമ്മൾ കണ്ടുപിടിച്ചു. 3,40,000 divided by 7,20,000. That is 0.47. രണ്ട് പ്രോബ്ലം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ ഒരു പ്രോബ്ലം കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. റേഷ്യോ അനാലിസിസുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ 4 വീഡിയോസ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ 4 വീഡിയോസിലായിട്ട് നമ്മൾ കറന്റ് റേഷ്യോ എന്താണെന്ന് നോക്കി. അത് കഴിഞ്ഞ് ക്വിക്ക് റേഷ്യോ എന്താണെന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് വീഡിയോയിൽ പ്രൊപ്രൈറ്ററി റേഷ്യോ എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. ഇതിന്റെയൊക്കെ പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു.
ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്താണെന്ന് കണ്ടു. ഈ 4 റേഷ്യോയും കൂടെ ആപ്ലിക്കബിൾ ആകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഫ്രം ദ ഫോളോയിങ് ബാലൻസ് ഷീറ്റ് കാൽക്കുലേറ്റ് കറന്റ് റേഷ്യോ, ക്വിക്ക് റേഷ്യോ ഓർ ലിക്വിഡ് റേഷ്യോ, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ആൻഡ് പ്രൊപ്രൈറ്ററി റേഷ്യോ. ഈ ബാലൻസ് ഷീറ്റിൽ നിന്ന് നമ്മൾ ഇതുവരെ പഠിച്ച 4 റേഷ്യോയും കൂടെ നമുക്ക് കണ്ടുപിടിക്കണം. അതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. കറന്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം, ലിക്വിഡ് റേഷ്യോ അഥവാ ക്വിക്ക് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം, ദെൻ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ആൻഡ് പ്രൊപ്രൈറ്ററി റേഷ്യോ. നമുക്ക് ഓരോന്നായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അതിനു മുൻപ് നമുക്ക് ബാലൻസ് ഷീറ്റിൽ എന്തൊക്കെ ഐറ്റംസ് ആണ് തന്നിട്ടുള്ളത് നോക്കാം. ഓൺ ദ ലയബിലിറ്റി സൈഡ്, ഫസ്റ്റ് ഐറ്റം ഷെയർ ക്യാപിറ്റൽ ₹5 lakh, റിസർവ് ആൻഡ് സർപ്ലസ് 3 lakh, then non-current liability which includes 2 items, 6% debentures and long-term bank loan, then current liability which includes creditors, bills payable and bank overdraft. On the asset side, fixed assets which includes land and building, plant and machinery, and current asset includes inventory, prepaid expense, bills receivable, debtors and cash. Total 22 lakh. ഇപ്പോൾ ഇത്ര ഐറ്റംസ് ആണ് നമുക്ക് ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്നത്. എല്ലാം സ്പെസിഫൈ ചെയ്ത് ബാലൻസ് ഷീറ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഫിക്സഡ് അസറ്റ് ഏതാണെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്, കറന്റ് അസറ്റുകൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്, നോൺ കറന്റ് ലയബിലിറ്റി എല്ലാം സെപ്പറേറ്റ് തന്നെ ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം കറന്റ് റേഷ്യോ എത്രയാണെന്ന് നോക്കാം. കറന്റ് റേഷ്യോ ഈസ് ഈക്വൽ ടു, നമ്മളൊക്കെ ഓൾറെഡി നമുക്ക് ഫോർമുല അറിയാം, കറന്റ് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറന്റ് ലയബിലിറ്റീസ് ആണ് എന്ത് കറന്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുല. അപ്പൊ നമുക്ക് ആദ്യം വേണ്ടത് കറന്റ് അസറ്റ് ആണ്. നമ്മുടെ ബാലൻസ് ഷീറ്റിൽ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് കറന്റ് അസറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളത്. 5 കറന്റ് അസറ്റുകളാണ് ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇൻവെന്ററി 4 lakh, പ്രീപെയ്ഡ് എക്സ്പെൻസ് 1 lakh, ബിൽസ് റിസീവബിൾ 80,000, ഡെപ്റ്റേഴ്സ് 1,20,000 ആൻഡ് ക്യാഷ് 1 lakh. അങ്ങനെ 5 ഐറ്റംസ് ആണ് കറന്റ് അസറ്റിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 8 lakh ആണ് കറന്റ് അസറ്റ്സ് കിട്ടുന്നത്. 8 lakh. ഇനി നമുക്ക് വേണ്ടത് കറന്റ് ലയബിലിറ്റി ആണ്. അതും ബാലൻസ് ഷീറ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കറന്റ് ലയബിലിറ്റി ഇൻക്ലൂഡ്സ് ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ ആൻഡ് ബാങ്ക് ഓവർഡ്രാഫ്റ്റ്. ടോട്ടൽ 3 lakh. സോ കറന്റ് റേഷ്യോ എന്ന് പറയുന്നത് 8 lakh ഡിവൈഡഡ് ബൈ 3 lakh, ദാറ്റ് ഈസ് 2.67. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി രണ്ടാമത് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ലിക്വിഡ് റേഷ്യോ അഥവാ ക്വിക്ക് റേഷ്യോ എന്ന് പറയാറുണ്ട്. ലിക്വിഡ് റേഷ്യോ ഓർ ക്വിക്ക് റേഷ്യോ. അപ്പോൾ എന്താണ് ഫോർമുല നമുക്ക് ആദ്യം എഴുതാം. ക്വിക്ക് റേഷ്യോ ഈസ് ഈക്വൽ ടു ക്വിക്ക് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറന്റ് ലയബിലിറ്റി. എന്താണ് ക്വിക്ക് അസറ്റ്? കറന്റ് അസറ്റിൽ നിന്ന് ഇൻവെന്ററിയും പ്രീപെയ്ഡ് എക്സ്പെൻസും എക്സ്ക്ലൂഡ് ചെയ്താൽ ക്വിക്ക് അസറ്റ് ആകും. അതായത് കറന്റ് അസറ്റിൽ നിന്ന് ഇൻവെന്ററി അഥവാ സ്റ്റോക്ക് ആൻഡ് പ്രീപെയ്ഡ് എക്സ്പെൻസ് കുറയ്ക്കുന്നതിനാണ് നമ്മൾ ക്വിക്ക് അസറ്റ് എന്ന് പറയുന്നത്. സോ കറന്റ് അസറ്റ്സിന്റെ ടോട്ടൽ നമുക്കറിയാം എത്ര? 8 lakh. അതിൽ നിന്ന് ഇൻവെന്ററിയുടെ എമൗണ്ട് ആയ 4 lakh പ്ലസ് പ്രീപെയ്ഡ് എക്സ്പെൻസിന്റെ എമൗണ്ട് ആയ 1 lakh. സോ അപ്പൊ നമുക്ക് ക്വിക്ക് അസറ്റ്സിന്റെ എമൗണ്ട് കിട്ടും, ദാറ്റ് ഈസ് 3 lakh. ഡിവൈഡഡ് ബൈ കറന്റ് ലയബിലിറ്റി. കറന്റ് ലയബിലിറ്റി ഏതൊക്കെയാ? ക്രെഡിറ്റർ, ബിൽസ് പേയബിൾ ആൻഡ് ബാങ്ക് ഓവർഡ്രാഫ്റ്റ്. ടോട്ടൽ 3 lakh. സോ ക്വിക്ക് റേഷ്യോ ഈസ് ഈക്വൽ ടു 3 lakh ഡിവൈഡഡ് ബൈ 3 lakh, ദാറ്റ് ഈസ് 1. ക്വിക്ക് റേഷ്യോ അല്ലെങ്കിൽ ലിക്വിഡ് റേഷ്യോ അല്ലെങ്കിൽ ആസിഡ് ടെസ്റ്റ് റേഷ്യോ എന്നെല്ലാം അറിയപ്പെടാറുണ്ട്. ഈ 3 പേരിലും അറിയപ്പെടാറുണ്ട്. അപ്പൊ നമ്മൾ ഓർത്തിരിക്കണം, ലിക്വിഡ് റേഷ്യോ എന്ന് പറയുന്നത് ലിക്വിഡ് അസറ്റ്സ് ഓർ ക്വിക്ക് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറന്റ് ലയബിലിറ്റി. ഇനി മൂന്നാമത്തെ നമുക്ക് നോക്കാം, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. അതായത് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ആണ് നമ്മൾ ഇനി കണ്ടുപിടിക്കേണ്ടത്. ആദ്യം നമുക്ക് ഫോർമുല എഴുതാം, ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഡെപ്റ്റിൽ നമ്മൾ ഏത് മാത്രമേ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ? ലോങ് ടേം ഡെപ്റ്റ് മാത്രമേ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ. അതായത് കറന്റ് ലയബിലിറ്റീസ് കൺസിഡർ ചെയ്യേണ്ട കാര്യം ഇല്ല. ഇനി ലോങ് ടേം ഡെപ്റ്റ് അല്ലെങ്കിൽ നോൺ കറന്റ് ലയബിലിറ്റി ഏതൊക്കെയാ? 6% ഡിബെഞ്ചേഴ്സ് ആൻഡ് ലോങ് ടേം ബാങ്ക് ലോൺ. രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 11 lakh. ഡിവൈഡഡ് ബൈ ഇക്വിറ്റി അല്ലെങ്കിൽ ഷെയർ ഹോൾഡർ ഫണ്ട് എന്ന് പറയുന്നത് ഷെയർ ക്യാപിറ്റലും റിസർവ് ആൻഡ് സർപ്ലസും കൂടി ഇൻക്ലൂഡഡ് ആകുന്നതാണ് ഇക്വിറ്റി അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് 8 lakh. So debt equity ratio is equal to 11 lakh divided by 8 lakh, that is 1.37. ഇനി നമുക്ക് ഒരു റേഷ്യോയും കൂടെയാണ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ളത്, ദാറ്റ് ഈസ്
പ്രൊപ്രൈറ്ററി റേഷ്യോ. നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പ്രൊപ്രൈറ്ററി റേഷ്യോ എന്താന്നുള്ളതാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. പ്രൊപ്രൈറ്ററി റേഷ്യോയുടെ ഫോമുല നമുക്ക് ആദ്യം എഴുതാം. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസെറ്റ്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് നമ്മളിപ്പോൾ പറഞ്ഞു എന്താ, ഷെയർ ക്യാപിറ്റലും റിസർവ് ആൻഡ് സർപ്ലസും കൂടെ ഇൻക്ലൂഡഡ് ആകുന്നതാണ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ദാറ്റ് ഈസ് 8 lakh ഡിവൈഡഡ് ബൈ ടോട്ടൽ അസെറ്റ്. ഫിക്സഡ് അസറ്റും കറണ്ട് അസറ്റും കൂടെ കൂട്ടി ടോട്ടൽ അസറ്റ് ആണ് വേണ്ടത്. ദാറ്റ് ഈസ് 22 lakh. ബാലൻസ് ഷീറ്റിന്റെ ടോട്ടൽ 22 lakh. ഫിക്സഡ് അസറ്റും കറണ്ട് അസറ്റും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് 22 lakh. ദാറ്റ് ഈസ് 8 lakh ഡിവൈഡ് ബൈ 22 lakh. ദാറ്റ് ഈസ് എത്രയാ? 0.36. ഇന്ന് ഡിസ്കസ് ചെയ്ത 3 പ്രോബ്ലം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. റേഷ്യോ അനാലിസിസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.